ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്, അതുപോലെ തന്നെ അവരുടെ പാസ്റ്റ് എനർജി എന്തൊക്കെയാണ്, പാസ്റ്റിലെ എനർജി എങ്ങനെയാണ്, അതുപോലെ കറണ്ട് എനർജി എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റിലെ എനർജി എന്തായിരുന്നു എന്നുള്ളത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അതുപോലെ തന്നെ പാസ്റ്റിലെ എനർജിയുമാണ് നമ്മൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്, അതുപോലെ തന്നെ പാസ്റ്റിലെ എനർജി എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇത് കിട്ടിയിട്ടുള്ളത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ടു ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ടു ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് സിക്സ് ഓഫ് സോഡ്സ്. സിക്സ് ഓഫ് സോഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 9 ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, 7 ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് ദ ഹാങ്ഡ് മാൻ. ഓക്കെ, ടെമ്പറൻസ് കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ടെമ്പറൻസ് കാർഡ്, സ്ട്രെങ്ത് കാർഡ് കിട്ടുന്നുണ്ട്. ദ ഹൈ പ്രീസ്റ്റസ് കാർഡ്, 9 ഓഫ് സോഡ്സ്, ക്വീൻ ഓഫ് കപ്സ് ആൻഡ് ദ ലാസ്റ്റ് കാർഡ് ഇസ് ജസ്റ്റിസ്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡും കൂടെ നോക്കാം. മാസ്റ്റർ കാർഡ് നമുക്കിവിടെ വന്നിട്ടുള്ളത് 8 ഓഫ് കപ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ പാസ്റ്റ് എനർജിയും അതുപോലെ തന്നെ കറണ്ട് എനർജിയും, ഇപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത്, കഴിഞ്ഞ സമയങ്ങളിൽ എന്തൊക്കെ ചിന്തകളും കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ മനസ്സിൽ നടന്നുകൊണ്ടിരുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി, ഒരു കാലത്ത് ഈ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു വളരെ പതുക്കെ ആയിരുന്നെങ്കിലും ഉറച്ച തീരുമാനം, അതായത് പതുക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി താമസിച്ചിട്ടൊക്കെ ആണെങ്കിൽ പോലും, സമയം എടുത്തിട്ടാണെങ്കിൽ പോലും ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതാണ് നമുക്കിവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കാണിച്ചു തരുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിന്റെ കാർഡ് കാണിച്ചു തരുന്നത്, ഒരാളെ സ്നേഹിച്ചാൽ ആ ഒരു റിലേഷൻഷിപ്പ് ദീർഘകാലം, അതായത് എന്നും തന്നെ അവരോടൊപ്പം ആ ഒരു വ്യക്തിയെ നിലനിർത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഫീലിങ്സുകൾ തുറന്നു പറയുന്നതിൽ അവരത്ര ഒരു എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ അത്ര ഒരു എക്സ്പേർട്ട് ആയിരുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സുകൾ തുറന്ന് പറയണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കുറച്ചൊന്ന് അത്രയും അടുത്ത വ്യക്തികൾ, അത്രയും ഒരു അടുത്ത റിലേഷൻഷിപ്പിലേക്ക് കുറേ നാളുകൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്താൽ മാത്രമാണ് ആ വ്യക്തി അവരുടെ ആ ഒരു ഫീലിങ്സുകൾ കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് പുറത്ത് കാണിക്കുള്ളൂ. അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതേ സമയത്ത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടു ഓഫ് പെൻറ്റക്കിൾസിന്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. ടു ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരേ സമയം പല ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളാകാം, ജോലി സംബന്ധമായ പ്രശ്നങ്ങളുള്ള സമയത്ത് തന്നെ കുടുംബത്തിൽ ഫാമിലിയിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളും ഒക്കെ ആകാം. അതുപോലെ ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ രണ്ട് വഴികൾ അവരുടെ മുന്നിലേക്ക് വരുന്നു, അല്ലെങ്കിൽ രണ്ട് ഡിസിഷൻസ്, എന്ത് കാര്യം എടുത്താലും അതിൽ രണ്ട് ഡിസിഷൻസ് എടുക്കേണ്ട കാര്യങ്ങൾ വരുന്നത്, രണ്ട് ഓപ്ഷൻസ് അവരുടെ മുന്നിൽ വരികയാണ്. അങ്ങനെ രണ്ട് ഓപ്ഷൻസ് വരുമ്പോൾ ഒന്നിനെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം, ഇതൊക്കെ വരുമ്പോൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആകുന്നു, മാനസികമായിട്ടും തന്നെ അവർ ടയേർഡ് ആകുന്ന ആ ഒരു സാഹചര്യം. ഇതെല്ലാം ചേർന്നിട്ട് അവരുടെ മനസ്സ് വളരെ ഒരു സ്ഥിരമല്ലാത്ത രീതിയിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്കുള്ളത്. ഒരു സ്റ്റേബിൾ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അവരുടെ മനസ്സ് പോയി. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു വ്യക്തി വളരെ സ്ലോ ആയിട്ടാണ് ഡിസിഷൻസ് എടുത്തിരുന്നെങ്കിലും ഒരു ഉറച്ച തീരുമാനം, എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അതോ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിലേക്ക് എത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു അവരുടെ ശ്രമം.
അതായത് നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും 6 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ്. ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് അകന്ന് കുറച്ച് സമാധാനം കണ്ടെത്തണം എന്നൊരു തീരുമാനം അവര് മനസ്സുകൊണ്ട് എടുക്കുകയാണ്. ചിലർക്കത് കുറച്ച് ദൂരത്തിലേക്ക് പോയതായിരിക്കാം, ചിലർക്കത് റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയതായിരിക്കാം, ചിലർക്ക് ജോലി സംബന്ധമായി ഒന്ന് മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ സ്ഥലം ഒന്ന് മാറിയതായിരിക്കാം, അങ്ങനെയായിരിക്കാം. കൂടുതൽ ആളുകൾക്കും ഇത് റിലേഷൻഷിപ്പ് ഒഴിവാക്കി പോയി എന്നതാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഇട്ടു, റിലേഷൻഷിപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പിന്മാറി, ഇതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു 9 ഓഫ് കപ്സിന്റെ ഒരു കാർഡ്. അപ്പം 9 ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളോടുള്ള ഫീലിങ്സുകൾ അവരുടെ ഹൃദയത്തിൽ അവർക്ക് സന്തോഷം നൽകിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങളെ കുറിച്ചുള്ള ചില നിമിഷങ്ങൾ ഈ ഒരു സമയത്തും അവരെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ ഒരു കറണ്ട് എനർജി നോക്കുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അവർക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നല്ല സമയങ്ങളൊക്കെ അവർ ഓർത്ത് അവർ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഒരുമിച്ച് പോയതും വന്നതും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൂടി ആണെങ്കിലും അതെല്ലാം അവരിങ്ങനെ ഓർത്തെടുത്തിട്ട് അതിൽ അവരൊരു സന്തോഷം കണ്ടെത്തിയിരുന്നു. അപ്പൊ അവരുടെ ഹൃദയത്തിലെ ആ ഒരു ഫീലിങ്സുകൾ, ആ ഒരു ചെറിയ ചെറിയ മൂമെന്റ്സുകൾ ഒക്കെ അവരിന്നും സൂക്ഷിച്ചു വെക്കുന്നുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട്. അവർ തന്നെ പിന്മാറി പോയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, ദൂരത്തേക്ക് അകന്നുപോയി, മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ നമുക്ക് കാണാം. റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയതൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ആ ഒരു 9 ഓഫ് കപ്സ് അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഓർമ്മകളും ആ ഒരു സ്നേഹവും ആ ബോണ്ട് കണക്ഷനും ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ നമുക്ക് അവരുടെ ഒരു കറണ്ട് എനർജി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ജീവിതത്തെ പഴയ ആ ഒരു പാറ്റേണിലേ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. കാരണം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഹാങ്ഡ് മാൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ തന്നെ അവരെല്ലാം ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുകയാണ്. മുൻപ് എടുത്ത ചില തീരുമാനങ്ങളാകാം, ചെയ്തു പോയ ചില പ്രവൃത്തികളാകാം, പറഞ്ഞു പോയ ചില കാര്യങ്ങളാകാം, ഈ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നോ എന്ന ചിന്ത അവരെ അലട്ടുന്നുണ്ട്. അത് വളരെയധികം ഒരു ആൻസൈറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള പല പ്രശ്നങ്ങളും മുൻപ് താൻ ചെയ്തു പോയ പ്രവൃത്തിയുടെ കർമ്മയാണ് എന്ന രീതിയിൽ അവർ അതിനെടുത്ത് അളക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് മുന്നുണ്ടായ ഓരോ ചെറിയ ഇൻസിഡന്റ് ആണെങ്കിൽ കൂടി അത് മനസ്സിൽ എടുത്തു വെച്ചിട്ട് അവര് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണ്. അന്ന് ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായിരുന്നോ, ഇങ്ങനെ പറഞ്ഞത് ശരിയായിരുന്നോ, അല്ലെങ്കിൽ അത് അവർക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടോ. പക്ഷെ പണ്ടൊന്നും ആ ഒരു രീതിയിലൊന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയേ അല്ലായിരുന്നു പേഴ്സൺ. പക്ഷെ ഇപ്പൊ അവരുടെ ചിന്തകളൊക്കെ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലൂടെ അവരിങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുന്നേ ചെയ്ത തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്നൊരു ചിന്ത അവരെ അലട്ടുമ്പോൾ അത് അവരെ കുറച്ചുകൂടി ഒരു ടെൻഷനിലേക്കും ആൻസൈറ്റിയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടെമ്പറൻസ് കാർഡ് ഉണ്ട്. ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നത് അവരിപ്പോൾ ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ഒരു സമാധാനം, എല്ലാം ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു സന്തോഷം, ഇതെല്ലാം തിരികെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കണം. അപ്പൊ തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാതെ കുറച്ച് സമയം എടുത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആ ഒരു കൂടുതലായിട്ടും അവൾ കാര്യങ്ങൾ പഠിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫിനെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അവർ എടുക്കുകയാണ്. ഓരോ വ്യക്തികളുടെ ലൈഫിൽ വന്നു പോയത്, ഓരോ സംഭവങ്ങൾ നടന്നതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അവർ കാണുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന അവർ തന്നെ പല കാര്യങ്ങളും പഠിക്കുന്നു, അത് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് കാർഡ് വരുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡ് പറയുന്നത് പുറമെ അവര് ഒത്തിരി ഒരു സ്ട്രോങ് ആയിട്ട് കാണിച്ചാലും ഉള്ളില് വലിയൊരു ഫീലിങ്സുകളുടെ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതായത് സ്വന്തം ഫീലിങ്സുകളെ നിയന്ത്രിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. നമുക്കിവിടെ 9 ഓഫ് കപ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒത്തിരി 9 ഓഫ് കപ്സും അതുപോലെ തന്നെ ഈ ഒരു കപ്സിന്റെ 2 കാർഡുകളും വളരെയധികം ഒരു പാസ്റ്റിലെ ഓർമ്മകളിലേക്ക് ഈ വ്യക്തിനെ കൊണ്ടുപോകുന്നു. ഇപ്പൊ പ്രസന്റിൽ അവരായിരിക്കുമ്പോൾ തന്നെ പാസ്റ്റിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു ഓർമ്മകളിൽ സന്തോഷം കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഓർമ്മകളൊക്കെ വരുമ്പോൾ അവർക്ക് ആൻസൈറ്റിയും ഡിപ്രഷനും അതുപോലെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉള്ള ആ ഒരു ഫീലിങ്സുകളെ അവര് സപ്രസ് ചെയ്യുകയാണ്. അപ്പം സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് സ്ട്രെങ്ത് കാർഡ് വഴി. പിന്നെ ഇത് ഹൈ പ്രിസ്റ്റസ് കാർഡ്. ഹൈ പ്രിസ്റ്റസ് കാർഡ് വളരെ ശക്തമായിട്ടൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അവര് പല കാര്യങ്ങളും മനസ്സിൽ മാത്രം സൂക്ഷിക്കുന്നതാണ്. ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളോട് നേരിട്ട് അവർക്ക് പറയാം,
എനിക്ക് ഇന്ന പോലെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സ് ഇപ്പോൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവരിപ്പോൾ പോയ സമയത്ത് തന്നെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അവർക്കൊരു ബ്രേക്ക് വേണമായിരിക്കും. അപ്പോൾ അവർക്കത് വ്യക്തമായിട്ട് പറഞ്ഞ് എന്താ കാര്യം എന്ന് പറഞ്ഞു പോകാം. അങ്ങനെ അവർക്ക് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുന്നു പല കാര്യങ്ങളും എന്നുള്ളതാണ്. പറയാതെ ഒളിപ്പിക്കുന്ന ഒത്തിരി ഫീലിങ്സുകൾ അവർക്കുണ്ട്. അപ്പോൾ രഹസ്യമായ ചിന്തകളുണ്ട്. നിങ്ങളുടെ പേരിൽ പറയാതെ വെച്ചിരിക്കുന്ന ആ ഒരു സ്നേഹം, നിങ്ങളോട് ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിലും അതിന്റെ കുറച്ച്, ഇപ്പോൾ അവർക്കൊരു 100% സ്നേഹം നിങ്ങളോട് ഉണ്ടെങ്കിൽ പോലും അവരൊരു 50% സ്നേഹം പോലും നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് അതിന്റെ വാല്യൂ മനസ്സിലായില്ല. ഇപ്പൊ അവര് ചിന്തിക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒരു സ്നേഹം എനിക്ക് ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് എന്ന് എനിക്ക് കാണിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ എന്റെ സ്നേഹം മുഴുവനായിട്ട് അവർ പ്രകടിപ്പിക്കാമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ശരിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി എഫേർട്ട് ഇട്ടു, ഞാൻ ഒത്തിരി ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തി അത്രയും ഒരു എഫേർട്ടൊന്നും ഇതിൽ ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് എനിക്ക് ഈ ഒരു വ്യക്തിയെ ഇഷ്ടമായിരുന്നത് പോലെ ഒന്നും എന്നെ അത്രയൊന്നും ഈ വ്യക്തിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല, അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അത് ആ ഒരു പേഴ്സണും ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഇവർ ഈ ഒരു ഫീലിങ്സുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതൊന്നും ശരിയായിരുന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവർ എത്തുകയും ആ പറയാതെ വെച്ചിരുന്ന സ്നേഹം പ്രകടിപ്പിക്കേണ്ടിയിരുന്നു, അങ്ങനെ പ്രകടിപ്പിക്കാത്തതിൽ അവർക്കിപ്പോൾ കുറ്റബോധം എല്ലാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നു എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 9 ഓഫ് സോഡ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഈ ഒരു 9 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കുറ്റബോധം ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ 9 ഓഫ് സോഡ്സ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. രാത്രികളിൽ ഇതേ ഓർത്തിട്ട് ഈ ഒരു ആൻസൈറ്റി വിഷമമൊക്കെ കാരണം അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു, ചിന്തകൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള ഓവർ തിങ്കിങ്, ഞാൻ ശരിയായ തീരുമാനമാണോ എടുത്തത് എന്നുള്ളൊരു സംശയം, ഇനി ഈ ഒരു തീരുമാനം ഇവരെ ഞാൻ വേദനിപ്പിച്ചോ, അല്ലെങ്കിൽ ഞാൻ ശരിയായ കറക്റ്റായ കാര്യങ്ങളല്ല ചെയ്തതെങ്കിൽ എനിക്കിതിനൊരു കർമ്മയൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട്സ്, ആ ഒരു പഴയ ഓർമ്മകൾ, ഇതൊക്കെ അവരെ മാനസികമായിട്ട് വളരെയധികം വീക്കാക്കുന്നു, ടയേർഡാക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാം. അവരുടെ കറണ്ട് ഫീലിങ്സ് അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ആണ് പിന്നെ വന്നിട്ടുള്ള ഒരു കാർഡ്. ക്വീൻ ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകൾ പൂർണ്ണമായിട്ടും അവര് അവസാനിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ കരുതല്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കെയറിങ്, നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കല്, ആ ഒരു മനസ്സിലാക്കിയിരുന്ന ആ ഒരു വേ ഓഫ് മനസ്സിലാക്കല്, ഇത് അവര് ഇന്നും ആഴത്തില് അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു റീഡിങ്ങിൽ പറയാനായിട്ട് വരുന്നത്. അത് എടുത്ത് പറയുക തന്നെ വേണം. നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകൾ അവർക്ക് ഇപ്പോഴും ആ ഒരു നിങ്ങൾ തമ്മിൽ നല്ല വൈബിലായിരുന്ന സമയത്തുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു വ്യക്തി അതേ ഒരു ഇതോടുകൂടി തന്നെ പോസിറ്റീവ് വൈബോടുകൂടി തന്നെ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആ ഒരു സ്നേഹം ഇന്നും അവർ ആഴത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അവരുടെ കറണ്ട് എനർജിയിൽ നമുക്കത് മുഴുവനായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വന്നിട്ടുള്ള ജസ്റ്റിസ് കാർഡാണ്. ജസ്റ്റിസ് കാർഡ് പറയുന്നത് ഇപ്പോഴവർ സ്വന്തം പ്രവൃത്തികളുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് ആദ്യമേ മനസ്സിലായതാണത്. ഒരു കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ഇങ്ങനെ ഒരു തെറ്റുകളും കാര്യങ്ങളും കുറ്റങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയി, അപ്പോൾ ആ ഒരു ആക്ഷൻസിന്റെ ഒക്കെ ഒരു ഫലം എനിക്ക് തിരിച്ച് കിട്ടുമോ, തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കേണ്ട സമയമാണെന്നൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്, അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ. അപ്പൊ ജീവിതം അവരെ ശരിക്കും പറഞ്ഞാൽ കുറെ എക്സ്പീരിയൻസസ് നൽകി സത്യസന്ധമായ ഒരു തീരുമാനത്തിലേക്ക് നയിക്കുകയാണ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ ഒരു ജസ്റ്റിസ് അവർ നേടിയെടുക്കുകയും നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരാനായിട്ട് അവർ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു സ്റ്റേജിലൂടെയാണ് ഈ ഒരു പേഴ്സന്റെ കറണ്ട് എനർജി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. വളരെ ഒരു ഗൗരവമുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു കാർഡ് നൽകുന്നത്. അവര് പഴയ വേദനകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. എന്നാൽ അത് നിങ്ങളെ മറന്നുകൊണ്ടല്ല അവർ മാറി നിൽക്കുന്നത്, സ്വന്തം മനസ്സിലെ ആ ഒരു ഭാരത്തിൽ നിന്ന് മോചിതരാകാനാണ് ഇവരിപ്പോ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചിലർക്ക് ഇതൊരു ആത്മപരിശോധനയുടെ കാലമായിരിക്കാം, ചിലർക്ക് തിരികെ വരുന്നതിന് മുന്നുമുള്ള ഒരു അകലം അതുമാകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ
പാസ്റ്റിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ ഒരു പാസ്റ്റ് എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പോൾ അവര് ആഴത്തിലുള്ള ഒരു ആത്മപരിശോധനയിലൂടെയാണ് കടന്നു പോകുന്നത്. പുറത്തേക്ക് അവര് ഒരു സൈലന്റ് ആയിട്ടൊക്കെ തോന്നാം, ഒന്നും ചെയ്യുന്നില്ലാത്തതുപോലെയൊക്കെ തോന്നാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി ഫീലിങ്സുകൾ അവർക്കുണ്ട്. അവർക്ക് കുറേയേറെ കുറ്റബോധമുണ്ട്. അതുപോലെ ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്നും ഇനി അങ്ങോട്ടേക്ക് നീതിപരമായ കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് അൾട്ടിമേറ്റ് ആയിട്ട് സമാധാനം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ശക്തമായിട്ട് അവര് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് പറയുന്നത് അവരുടെ എനർജി ഇപ്പോൾ എനർജി ശരിക്കും ഒരു അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറിച്ച് ഒരു വലിയൊരു മനസ്സിന്റെ മാറ്റത്തിന്റെ ഒരു ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സമയം കുറേ കൂടി മുന്നോട്ട് പോകുമ്പോൾ അതിൽ അവർക്ക് ആ ഒരു കാര്യത്തിൽ അവർക്കൊരു വ്യക്തതയിലേക്ക് അവരെത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ ഇടുന്നുണ്ട്. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. വിത്തിൻ 72 hours. ഓക്കെ, ഹിയറിംഗ് ഇഷ്യൂസ്. ജൂൺ മന്ത് 1982 എൻകറേജസ് യു. യോഗ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. പെയിന്റിംഗ് 1984, letter Y. 2004, music. 6 days, ego. 1 week, medical field. July month, golden color. 1996, charity. Reading number 8, artist. August month, September month, you can trust എന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. White butterflies. number 45, number 23, number 52. this month എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 33 വീണ്ടും കിട്ടുന്നുണ്ട്. ലെറ്റർ യു. ആക്ടിങ്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിൽ കവിളിലെ മറകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ലെറ്റർ എൻ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ടുള്ള ഏരിയ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.